Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് ജൂലൈ 10 വ്യാഴാഴ്ച 4 p.m. ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ഭൂരിഭാഗം പ്രവാസികളും പ്രതിമാസം സമ്പാദിക്കുന്നത് 200 ദിനാറിൽ താഴെയാണെന്ന് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വകാര്യ മേഖലയിലെ 21% ബഹ്റൈനികൾ 1000 ദിനാറിന് മുകളിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. 2025 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം 4,70,145 പ്രവാസികളാണ് സോഷ്യൽ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇവരിൽ 71%, അതായത് 3,32,270 പേരും പ്രതിമാസം 200 ദിനാറിൽ താഴെയാണ് വരുമാനം നേടുന്നത്. സ്വദേശികളിൽ ഇത് കേവലം 2% മാത്രമാണ്. ആകെ 2,142 സ്വദേശികൾക്കാണ് 200 ദിനാറിൽ താഴെ വരുമാനമുള്ളത്. ഇവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. പ്രവാസി തൊഴിലാളികളിൽ 14% പേർ 200-നും 399-നും ഇടയിൽ വരുമാനം നേടുന്നവരാണ്. 8% പേർ മാത്രമാണ് 400-നും 599-നും ഇടയിൽ സമ്പാദിക്കുന്നത്. 2% പേർ 600-നും 999-നും ഇടയിൽ നേടുമ്പോൾ 1% മാത്രമാണ് പ്രതിമാസം 1000 ദിനാറിന് മുകളിൽ ശമ്പളമായി വാങ്ങുന്നത്. മൊത്തത്തിലുള്ള ശരാശരി കണക്കുകൾ പ്രകാരം ബഹ്റൈൻ തൊഴിലാളികൾക്ക് പ്രതിമാസം ശരാശരി 881 ദിനാർ ലഭിക്കുമ്പോൾ പ്രവാസികൾക്ക് ശരാശരി ലഭിക്കുന്നത് 271 ദിനാർ മാത്രമാണ്. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ അനധികൃതമായി പതിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മനാമ ക്യാപിറ്റൽ ട്രസ്റ്റ് ബോർഡ് അധികൃതർ അറിയിച്ചു. നഗരപ്രദേശങ്ങളുടെ ദൃശ്യഭംഗിയും ശുചിത്വവും നിലനിർത്താനായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് നടപടി. മനാമയിൽ പ്രവാസികൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുക. കർശനമായ ശിക്ഷകളാണ് പോസ്റ്ററുകൾ പതിക്കുന്നവർക്കെതിരെ എടുക്കുകയെന്നും ക്യാപിറ്റൽ ട്രസ്റ്റ് ബോർഡ് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലെ കോസ്റ്റ് ഗാർഡ് പട്രോളിംഗ് സംഘങ്ങൾ ഫസ്റ്റ് അൽദം സമുദ്രമേഖലയിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി 50 അനധികൃത മത്സ്യബന്ധന ഉപകരണങ്ങൾ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. പ്രാദേശികമായി ഗറജീർ എന്നറിയപ്പെടുന്ന ഉപകരണങ്ങൾ ആണ് പരിശോധനയിൽ പിടികൂടിയത്. ഈ ഉപകരണങ്ങൾ നിരോധിക്കപ്പെട്ടതാണ്. നിയമലംഘകർക്കെതിരെ നടപടി ആരംഭിച്ചതായും സമുദ്ര പരിസ്ഥിതിയും കടൽ വിഭവങ്ങളും സംരക്ഷിക്കുന്നതിന് കർശന നിരീക്ഷണം തുടരുമെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ ക്ലബിൻ്റെ സഹകരണത്തോടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ തൊഴിലാളികൾക്കായി വേനൽക്കാല ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് ഇന്ത്യൻ ക്ലബിൽ വച്ചാണ് പരിപാടി നടക്കുന്നത്. ലാഫ്റ്റർ യോഗ, വേനൽക്കാല ബോധവൽക്കരണം, നൃത്ത പരിപാടികൾ, വയലിൻ ലൈവ് പ്രകടനം, കേക്ക് മുറിക്കൽ ചടങ്ങ് എന്നിവയും ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണെന്നും താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നും ICWF ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പുമായി സഹകരിച്ച് ലക്ഷ്യം 2025 എന്ന പേരിൽ വോയിസ് ഓഫ് അലപ്പി കരിയർ ഗൈഡൻസ് വെബിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വോയിസ് ഓഫ് അലപ്പി പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷനായി. ട്രഷറർ ബോണി മുളപ്പമ്പള്ളിൽ നന്ദി അറിയിച്ചു. കരിയർ ഗൈഡൻസ് കൗൺസിലർമാരായ VR രാജേഷ്, ബിനു ബാഹുലയൻ എന്നിവരാണ് വെബിനാറിന് നേതൃത്വം നൽകിയത്. റൂംമേറ്റിനെ ചുറ്റിക കൊണ്ട് ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്ത റെസ്റ്റോറൻറ്റ് ജീവനക്കാരനായ പ്രവാസിക്ക് ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതി 25 വർഷത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ടൂബ്ലിയിലെ താമസ സ്ഥലത്ത് ഇരുവരും തനിച്ചായിരുന്ന സമയം മുതലെടുത്ത് 41 വയസ്സുകാരനായ ബംഗ്ലാദേശി സ്വദേശി 25 വയസ്സുകാരനായ പാകിസ്ഥാൻ സ്വദേശിയായ പ്രതിയെ ലൈംഗിക ചുവയോടെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് ഇയാളുടെ നെറ്റിയിൽ അടിച്ചാണ് കൊലപാതകം നടത്തിയത്. തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മൃതദേഹം പുതപ്പുകൾ ഉപയോഗിച്ച് കത്തിച്ചതിന് ശേഷം സഹപ്രവർത്തകരെ വിളിച്ച് താമസ സ്ഥലത്തിന് തീപിടിച്ചതായും ഇയാൾ അറിയിച്ചു. പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്.
കൊലപാതകം, തീവെപ്പ്, മൃതദേഹത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചേർത്താണ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം നാടുകടത്താനും ഉത്തരവിട്ടു. 3 മാസങ്ങൾക്ക് മുമ്പാണ് പ്രതി ബഹ്റൈനിലെത്തിയത്.